ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചീസി ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്നാക്കാണിത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 250 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത കഷ്ണങ്ങളാണ്, അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ശേഷം നമ്മൾ അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്ന സമയത്ത് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കെട്ടാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കെട്ടാതെ വേണം ഇളക്കി കൊടുക്കാൻ, കൈവിടാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ലേശം ഒരു ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്, അതിൽ ലേശം ഉപ്പുണ്ടാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സ്ലൈസ് ചീസിൻ്റെ സ്ലൈസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സംഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. റെഡി ടു ഫ്രൈ കിട്ടും. അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അത് ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. നമ്മളെല്ലാം കുക്ക് ചെയ്യാനുള്ളതെല്ലാം നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ എയർ ഫ്രയറിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം ആ ഒരു ഓപ്ഷൻ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ടൈമിന് അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കൻ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. അത് ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലോ എന്തെങ്കിലും ആക്കിയിട്ട് അല്ലെങ്കിൽ ടീസ്പൂണിലോ ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്നാക്കി കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം ക്രഷ്ഡ് ചില്ലിയും അതുപോലെ തന്നെ ഒറിഗാനോയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം മതി കേട്ടോ. അതിനുശേഷം സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിന് മേലെ നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കിയതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക, ഒറിഗാനോ ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ടെക്സ്ചർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കും അത് വലിയവർക്കും അത് ഒരുപോലെ തന്നെ ഇഷ്ടമാവുന്നൊരു സംഭവമാണ്. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനിയും ഇത്തരം രുചികരമായ റെസിപ്പികൾക്കും വ്ളോഗുകൾക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്